ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി വേവുന്ന കപ്പ വേണം എടുക്കാനായിട്ട്. എന്നാലും നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറും നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ചെറുതായി അരിഞ്ഞ കപ്പ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നിടം വരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ചെടുക്കാനുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയും, ഞാനെടുത്തിരിക്കുന്ന കാന്താരിയാണ്, പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലിട്ടല്ല, അല്ലാതെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു തവി വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നാലേ നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കാന്താരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിലർ 2-ാം പാലിൽ വേവിച്ചതിന് ശേഷമാണ് പിന്നെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ രുചികരമായ ഈ പാൽക്കപ്പ നമുക്ക് തനിയെ കഴിക്കാനോ അല്ലെങ്കിൽ നോൺ വെജ് കറികളുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.